നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ അനുബന്ധിച്ച് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള തങ്ങളുടെ മണ്ഡലം അല്ലെങ്കിൽ പോലും ഏറെ ആകാംക്ഷ വെച്ച് പുലർത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്, ചില സ്ഥാനാർത്ഥികളുണ്ട്. അത് LDFിലും UDFിലും NDAയിലും. അത്തരത്തിൽ പറയപ്പെടുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ച് കൂടിയാണ് ചർച്ച ചെയ്യേണ്ടത്. പാലക്കാട്. ഏറെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന പാലക്കാട് ഇത്തവണ ആര് നയിക്കും? ആരൊക്കെ ആയിരിക്കും പോരിനായി കച്ച കെട്ടി ഇറങ്ങുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമായ ആ കേസിൽ അകപ്പെട്ട് ഒടുവിൽ ഹൈക്കോടതി തന്നെ രാഹുലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എന്നിരുന്നാൽ പോലും മണ്ഡലത്തിൽ രാഹുലിനെതിരായിട്ടുള്ള ഒരു വികാരം തന്നെയാണോ ഇപ്പോൾ അണപൊട്ടുന്നത്? മണ്ഡലത്തിൽ പോലും കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അധികാരികളും CPMും തന്നെ വേട്ടയാടുന്ന സാഹചര്യത്തിൽ BJPയും അടക്കം എങ്ങനെയാകും ഈ തിരഞ്ഞെടുപ്പിനെ രാഹുൽ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ രാഹുൽ പറഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരനായിട്ടായിരിക്കും താൻ മരിക്കുന്നത്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വതന്ത്രനായിട്ടായിരുന്നാലും പാലക്കാട് മത്സരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും? പാലക്കാട് മത്സരിക്കാൻ രാഹുൽ എത്തുമ്പോൾ, സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ, ഇപ്പോൾ കുറ്റവിമുക്തനായി നിൽക്കുന്ന രാഹുൽ കോടതി തന്നെ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ അനുകൂലിക്കുമോ UDF? ഈ ഒരു ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. കുറച്ചെങ്കിലും മര്യാദയുണ്ടെങ്കിൽ രാഹുൽ മത്സരരംഗത്തേക്ക് കടന്നു വരരുതെന്നാണ് പാലക്കാട് DCC പ്രസിഡന്റ് കൂടി പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും രാഹുലിൻ്റെ നിലപാട്? രാഹുൽ മത്സരത്തിന് ഇറങ്ങുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്നു. മറുഭാഗത്ത് രാഹുലിനെ വെല്ലുവിളിക്കാനായി, രാഹുലിനെ തോൽപ്പിക്കാനായി അവിടേക്ക് BJPയുടെ ഫയർ ബ്രാൻഡായ ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ വ്യക്തമാകുന്നു. ശോഭയെ സംബന്ധിച്ച് 1 അല്ല 4 മണ്ഡലങ്ങളാണ് ശോഭയ്ക്ക് മുന്നിലുള്ളത്. അതിലേത് മണ്ഡലത്തിലേക്കായിരിക്കും ശോഭയെ പരിഗണിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ 10ഓളം സീറ്റുകളിൽ ജയസാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്ന BJPയെ സംബന്ധിച്ച് ഏതൊക്കെ മേഖലകളിലായിരിക്കും അവർക്ക് മേൽക്കൈ ലഭിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJPയാണ് തുടക്കമിട്ടിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നിയമമണ്ഡലത്തിൽ ചുവരെഴുതി പ്രചാരണം ഉദ്ഘാടനം ചെയ്തതെന്ന് നമ്മളേവരും കണ്ടതാണ്. അദ്ദേഹത്തിന് നിയമത്തോടൊരു കണ്ണുള്ളത് നേരത്തെ അറിയാവുന്നതാണ്. നിയമത്ത് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും പക്ഷേ അന്തിമ തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ചുവരിൽ താമര വരച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഈ പ്രചാരണത്തിന് തുടക്കമിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങും മുന്നേ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലുമൊക്കെ ബഹുദൂരം മുന്നിൽ എത്താനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് BJP ഉള്ളത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ തന്നെ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിനെ കുറിച്ചുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പത്മജയ്ക്കുള്ള ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകൾ പത്മജയ്ക്ക് തോൽവിയായി മാറിയെങ്കിൽ ഇത്തവണ ആ വോട്ട് സുരേഷ് ഗോപി തന്നെ തിരികെ നൽകുമെന്നുള്ള പ്രഖ്യാപനത്തോടെ, പിന്തുണയോടെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ തന്നെ ആയിരിക്കും അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 946 വോട്ടുകളായിരുന്നു അന്ന് സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. ആ വോട്ടുകൾ ഒരുപക്ഷെ ഇത്തവണ ലഭിച്ചു കഴിഞ്ഞാൽ പത്മജയ്ക്ക് ജയസാധ്യതയുണ്ടോ എന്നുള്ളതും കൗതുകകരമാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ, അത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിഷയം. എവിടെ മത്സരിക്കും? പാലക്കാടാണ് ശോഭയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ, ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം മികച്ച വിജയം BJP കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പാലക്കാട്. BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്ന്. അവിടെ നിലവിൽ കോൺഗ്രസ് MLA എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് കോൺഗ്രസ്സുകാരനായി മത്സരിച്ച് ജയിച്ച് പിന്നീട് കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ രാഹുലിന് പകരം അവിടെ ആര്? അതേക്കുറിച്ച് കോൺഗ്രസ് ഇതുവരെയും മൗനം വെടിഞ്ഞിട്ടില്ല. ശോഭ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ തിരഞ്ഞെടുപ്പ് ആവേശത്തിന് കളം നിറയും, ഏറ്റവും അധികം ആരവമുണ്ടാകും. ശോഭയ്ക്ക് ഒരു പ്രത്യേക ജനവിഭാഗത്തെ കയ്യിലെടുക്കാനുള്ള അസാമാന്യ കരുത്തുണ്ട്. ആ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശോഭ എത്തിയാൽ വലിയ ആവേശം പാലക്കാട് BJP ക്യാമ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടു മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭ എത്തും എന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ തീരുമാനം മാറ്റിയിരുന്നു. BJP ശക്തമായ രീതിയിലുള്ള കരുനീക്കങ്ങൾ ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. പാലക്കാട് BJPക്ക് വലിയ സ്വാധീന മേഖല കൂടിയാണ്, പ്രത്യേകിച്ച് നഗരമേഖലയിൽ. കാരണം നഗരസഭാ ഭരണം കഴിഞ്ഞ 3 തവണയായി BJP സ്വന്തമാക്കിയതിൻ്റെ കാരണവും അതുതന്നെയാണ്.
BJPയുടെ സ്വാധീന മേഖലയിൽ നിന്നും ഒരു വോട്ട് പോലും ചോർന്നു പോകാത്ത രീതിയിൽ അത് നിലനിർത്തി തന്നെയാണ് ഓരോ വർഷം കഴിയും തോറും അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതുതന്നെയാണ് വിജയസാധ്യതയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം അവരെ ഊട്ടിയുറപ്പിക്കുന്നത്. കഴിഞ്ഞ 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയാണ് 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഇത്തവണ പുല്ലുപോലെ വിജയിച്ച് കയറാമെന്ന പ്രതീക്ഷ BJP ക്യാമ്പുകളിലുണ്ട്. പക്ഷേ ശോഭ എത്തിയാൽ സി കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കളുള്ള പാലക്കാട് ശോഭയ്ക്ക് ഏത് തരത്തിലായിരിക്കും പിന്തുണ ലഭിക്കുക എന്നുള്ളൊരു സംശയം കൂടി ഉയരുന്നു. പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കളുടെ പേര് തന്നെയാണ് പാലക്കാടായി പരിഗണിക്കുന്നത് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നതാണ്. എന്നിരുന്നാൽ പോലും ശോഭയെ തീരുമാനിച്ചാൽ അതിനപ്പുറത്തേക്ക് മറ്റാരെയും പരിഗണിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 2016 പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. 2ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. മാത്രവുമല്ല BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം അന്ന് വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. വോട്ട് ബാങ്ക് പുള്ളർ എന്ന രീതിയിൽ ശോഭ എല്ലാ മണ്ഡലങ്ങളിലും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. 40,000-ത്തിലധികം വോട്ട് കിട്ടി. അത്രയധികം ശതമാനം വോട്ട് വിഹിതം കൂട്ടാൻ ശോഭയ്ക്ക് കഴിഞ്ഞെങ്കിൽ അത് ശോഭയുടെ മിടുക്കായി തന്നെയാണ് BJP ഇന്നും കണക്ക് കൂട്ടുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭയുടെ നീക്കം ഇത്തരത്തിലായിരുന്നു. സമാനമായ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു. ക്രൗഡ് പുള്ളർ എന്ന രീതിയിലൊക്കെ തന്നെ ശോഭയെ പലരും വിശേഷിപ്പിക്കുന്നു. ശോഭയുടെ പ്രത്യേകതയും ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ഏത് മേഖലയിൽ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാലും അവിടെ വലിയ ആവേശം സൃഷ്ടിക്കാനും ആരവമുണ്ടാക്കാനും ഒരു ഓളം പരത്താനും അതൊക്കെ തന്നെ വോട്ടായി പെട്ടിയിലെത്തിക്കാനും ശോഭയ്ക്ക് കഴിയും. കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ ഏത് ജില്ലയിൽ ശോഭ മത്സരിച്ചാലും ഈ ഒരു മാജിക് അത് ശോഭയുടെ ജനസമ്മതി തന്നെയാണ്. ശോഭ പാലക്കാട്ടേക്ക് ഇല്ല എന്ന നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു, അറിയിച്ചിരുന്നു. ശോഭയ്ക്ക് ആലപ്പുഴയോ തിരുവനന്തപുരമോ കേന്ദ്രീകരിച്ച് മത്സരിക്കാനുള്ള അതല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ചില താല്പര്യം പ്രകടിപ്പിച്ചുവെന്നാണ് സൂചന കിട്ടുന്നത്. ആലപ്പുഴയിൽ 2024 പാർലമെന്ററി തിരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായി പ്രവർത്തന മണ്ഡലമായ ആലപ്പുഴയെ നോക്കി കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ ആലപ്പുഴയിൽ തന്നെ 4ഓളം മണ്ഡലങ്ങൾ ശോഭയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. ആലപ്പുഴ, അരൂർ, അതുപോലെ തന്നെ ഹരിപ്പാട്, ഏറ്റവും ഒടുവിൽ കായംകുളം തന്നെയാണ് പ്രയോറിറ്റി ലിസ്റ്റ് നമ്പർ 1 എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്. കായംകുളത്ത് മത്സരിക്കാനുള്ള സന്നദ്ധത ഇതിനോടകം തന്നെ ശോഭാ സുരേന്ദ്രൻ പങ്കുവെച്ച് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും ചില വിഭാഗീയതയൊക്കെ തന്നെ BJPക്കുള്ളിലുമുള്ളത് ഈ തിരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയണം. ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കുമെന്ന് BJP പറയുന്നു. മറ്റു മുന്നണികളിൽ നിന്നും ഇനിയും വലിയ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായി തങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് NDA പ്രതീക്ഷിക്കുന്നു. വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതേസമയം തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിനെ തന്നെ ഇറക്കും BJP എന്നാണ് നിലവിൽ കരുതുന്നത്. ദേശീയ നേതൃത്വവും അത്തരത്തിലുള്ള ലക്ഷ്യം കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി പത്മജയെ ഗവർണർ സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നെങ്കിൽ പോലും തൃശ്ശൂരിൽ ശക്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ദേശീയ നേതൃത്വത്തിൻ്റെയും താല്പര്യമനുസരിച്ച് പത്മജയെ അവിടേക്ക് എത്തിക്കും എന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത്. മത്സരത്തിന് പത്മജ ഇറങ്ങണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി എന്ന ലേബൽ തന്നെയായിരിക്കും ഉറപ്പായും തൃശ്ശൂരിൽ പത്മജ ഇറങ്ങുന്നത്. A ക്ലാസ് മണ്ഡലമായി BJP എല്ലാ കാലത്തും കാണുന്ന സീറ്റ് കൂടിയായ തൃശ്ശൂരിൽ ഇത്തവണ വിജയം ഉറപ്പെന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ തവണ 946 വോട്ടുകൾക്കായിരുന്നു പത്മജ വീണതെങ്കിൽ ഇത്തവണ പത്മജയെ വീഴ്ത്തിയ സുരേഷ് ഗോപി തന്നെ ആ വോട്ടുകൾ സമാഹരിക്കാനെത്തും എന്നുള്ളതാണ് മറ്റൊരു വിഷയം. BJPയുടെ ഗുജറാത്ത് എന്ന രീതിയിൽ തന്നെയാണ് നേമം മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. ഉറപ്പായും നേമം BJPക്ക് സ്വന്തം തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി മനസ്സിൽ കരുതിയിരിക്കുന്നത്. അങ്ങനെ നേരിട്ടിറങ്ങുന്നു. ചുവരെഴുത്തിലൊക്കെ തന്നെ നമുക്ക് വേണം വികസിത നിയമം എന്ന് എഴുതിക്കൊണ്ട് സ്വയം തന്നെ അദ്ദേഹം പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. നേമത്തെ നിലവിലെ LDF MLA തികഞ്ഞ പരാജയമാണെന്നും മണ്ഡലത്തിൽ വികസനം മുരടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. ദേശീയ നേതൃത്വത്തിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ തൻ്റെ ആഗ്രഹമനുസരിച്ച് മത്സരിക്കുമെന്നും ഒരു പൈലറ്റ് എന്ന നിലയിൽ മണ്ഡലത്തിൽ വലിയ മാറ്റം തനിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. BJPയുടെ 30 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട സാധ്യതാ പട്ടികയിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇടം പിടിച്ചുവെന്ന് വേണം കരുതാൻ. നേമത്തെ രാജീവ് ചന്ദ്രശേഖറെങ്കിൽ കഴക്കൂട്ടത്ത് V മുരളീധരൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ. ഇനി ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് പാലക്കാട് അല്ലെങ്കിൽ കായംകുളമോ വട്ടിയൂർക്കാവോ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സജീവമായി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം വട്ടിയൂർക്കാവിൽ മുൻ DGP ശ്രീലേഖയുടെയും അതുപോലെ G കൃഷ്ണകുമാറിൻ്റെയും ഒക്കെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സൂചനകളാണ് കിട്ടുന്നത്. ഇനി പാലക്കാട് കഴിഞ്ഞാൽ മലമ്പുഴയിൽ C കൃഷ്ണകുമാറും പാലയിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആൻ്റണിയും ഒക്കെ മത്സരരംഗത്തുണ്ടാകും എന്നാണ് നിലവിൽ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്.